ഇന്ന് നമുക്ക് പഴുത്ത മാമ്പഴം കൊണ്ട് നല്ല അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. ഇതൊരു ചെറിയൊരു സ്വീറ്റ്സാണ്. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നമുക്ക് മിഠായിക്ക് പകരം കൊടുക്കാവുന്നതാണ്. അതേപോലെ നല്ല സ്വാദാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നത്ര അടിപൊളി സ്വാദാണ് ഇതിന്. കുറച്ച് ഒരു 10-20 മിനിറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. നമുക്ക് വർഷങ്ങളോളം ഇത് സൂക്ഷിച്ച് വെക്കാനും പറ്റും. ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് കൊടുക്കാം. അവരെ ഒന്ന് നമുക്ക് ഞെട്ടിച്ചെടുക്കാം. അത്രയും നല്ല ടേസ്റ്റുള്ള ഒരു സ്വീറ്റ്സാണിത്. വളരെ നൈസായിട്ട് നമ്മൾ തയ്യാറാക്കി ഇതേപോലെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇത് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി കുറച്ച് മാമ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മാമ്പഴം ചെത്തി ചെറിയ പീസുകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സർ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ചൂട് കട്ടിയുള്ള പാത്രം വെക്കുക. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാൻ കുറച്ച് അധികം പഞ്ചസാര ചേർക്കുന്നത്. പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. അപ്പോൾ മാങ്ങ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഇതൊക്കെ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. വെള്ളം ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് വറ്റിക്കാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. അതുപോലെ അതിൻ്റെ സ്വാദും കുറയും. അതേപോലെ നാരുള്ള മാങ്ങയാണെങ്കിൽ നമ്മൾ അരച്ചതിന് ശേഷം ഒന്ന് ജ്യൂസ് അരിക്കുന്ന അരിപ്പയിൽ വെച്ച് ഒന്ന് അരിച്ചെടുക്കുക. അല്ലെങ്കിൽ ഇതിനകത്ത് നാരുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഇത് നാരില്ലാത്ത മാങ്ങയുണ്ട് ഞാനിങ്ങനെ അടിച്ചെടുത്തു. എന്നിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് വരട്ടിയെടുക്കാം. ഇത് ഈ മാങ്ങയുടെ വെള്ളം ഒന്ന് വറ്റണം. മാങ്ങയിൽ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ മാങ്ങയിലൊരു വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തിൻ്റെ അംശം ഇതുപോലെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ട് വരട്ടിയെടുക്കുക. അതിൻ്റെ വെള്ളം മുഴുവനും വറ്റി വരുന്തോറും ഈ തിളക്കുന്നതിന് വ്യത്യാസം വരും. അപ്പോൾ നമ്മുടെ മേത്തേക്കൊക്കെ തെറിച്ച് വീഴാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അകലം പാലിച്ച് നിന്നുകൊണ്ട് ഒന്ന് വരട്ടിയെടുക്കുക. അത് നന്നായിട്ടൊന്ന് കുറുകി വരണം. ഇപ്പോൾ തവിയിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അറിയാം അത് ഇങ്ങനെ വിട്ട് താഴത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനി ഈ തവിയിൽ പറ്റി പിടിച്ചിരിക്കുന്നൊരു പാകമുണ്ട്. ആ പാകത്തിനാണ് നമ്മളിത് എടുക്കുന്നത്. ഈ വരട്ടിയെടുക്കുന്ന ഒരു 10-20 മിനിറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. നമുക്ക് അടിപൊളി സ്വീറ്റ്സ് കഴിക്കാം. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ല അടിപൊളി സ്വീറ്റ്സ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തവിയിലെടുക്കുമ്പോൾ ഇതേപോലെ വിട്ട് വരും. ഓരോ കുറുകി വരുന്തോറും ഇതേപോലെ വരും. അപ്പോൾ ഇത് ഏകദേശം ഇതേപോലെ മതിയാകും. അപ്പോൾ നമുക്ക് കുറച്ച് ഒന്നും കൂടി വരട്ടിയിട്ട് ഒന്ന് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. അതേസമയം തന്നെ ഇപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ നമുക്കിത് പ്ലേറ്റിലിട്ടാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. അപ്പോൾ പ്ലേറ്റ് നന്നായിട്ട് കഴുകി ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ തടവി വെക്കുക. എന്നിട്ട് ചൂടോടുകൂടി തന്നെ അതിലേക്ക് 2 തവി ഒഴിച്ച് നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കുക. നല്ല കനം കുറച്ച് പരത്തിയെടുക്കുക. നന്നായിട്ട് കനം കുറച്ച് പരത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങി കിട്ടും. അപ്പോൾ ആദ്യത്തെ ഒരു ദിവസം നല്ല വെയിൽ കൊള്ളണം. വെയിൽ കൊണ്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ രാത്രിയൊക്കെ ഫാനിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് വെച്ചാലും മതി. അപ്പോൾ ആദ്യത്തെ ആ വെയിൽ നന്നായിട്ട് കൊണ്ടാൽ മാത്രമേ നന്നായിട്ട് ഉണങ്ങി കിട്ടുള്ളൂ. അപ്പോൾ വെയിലുള്ള ദിവസം വേണം ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട്. ഇത് കുറേ മാങ്ങ വേണമെന്നില്ല. ഒരു 2 മാങ്ങ ഉണ്ടെങ്കിലും ഇതേപോലത്തെ ഒരു റെസിപ്പി ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിതിപ്പോൾ കുറേ മാങ്ങ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഒരു 5 പ്ലേറ്റിൽ ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഒരു വെയിൽ കൊണ്ട് അതിന് ശേഷമാണ് ഇതേപോലെ ഞാൻ കാണിക്കുന്നത്. ഇനി ഒരു ദിവസം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതേപോലെ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല നൈസായിട്ട് ഉണങ്ങും തോറും നല്ല നൈസായിട്ട് വരും. ഇതെല്ലാം നമുക്കൊന്ന് ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കാം. നല്ല
എല്ലാ 2 വശവും നന്നായിട്ട് ഉണങ്ങി കിട്ടണം. എന്നാൽ പ്ലാസ്റ്റിക് പോലെ ആകരുത്. ഒരു മീഡിയം സൈസാണ് നമ്മളിത് ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി ഉണക്കിയെടുക്കാം. ഒരു ദിവസം കൂടി, ഇപ്പോൾ 2 ദിവസത്തെ വെയിലാണ് ഞാനിവിടെ കൊള്ളിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സ്വീറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 2 വശവും ഉണങ്ങി ഇതേപോലെ കിട്ടും. ഉണ്ടെങ്കിൽ ഗ്ലാസ് പോലെയല്ലേ ഇരിക്കുന്നത്, നമ്മുടെ കൈ കാണാം അപ്പുറം. അത്രയും നല്ല ഭംഗിയിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ വേണം നമുക്ക് ഉണക്കിയെടുക്കാനായിട്ട്. ഇനി ഉണങ്ങരുത്, അധികം ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കഴിക്കാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ പാകം. 2 വശം നന്നായിട്ട് ഉണക്കി ഇതേപോലെ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാകമുണ്ട്, അതേപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഏത് വിധത്തിലാണെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് 2 സൈസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു സൈസ് ഇതുപോലെ നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം. നല്ല ഭംഗിയില്ലേ കാണാൻ, അടിപൊളിയാണ്. ഇത് കഴിക്കാനും ഇതേപോലെയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇതേപോലെ ചുരുട്ടിയെടുക്കാം. എന്നിട്ട് നമുക്കിത് വേണമെങ്കിൽ ഒന്നും കൂടി കട്ട് ചെയ്ത് ചെറിയ കണ്ടെയ്നറിലേക്കേക്ക് വെക്കാം. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പുറത്തേക്കൊക്കെ കൊടുത്തു വിടാനായിട്ടൊക്കെ ആണെങ്കിൽ ഇത് നല്ലതാണ്. പുറത്തേക്ക് നമുക്ക് കൊടുത്തു വിടണമെങ്കിൽ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി ഒന്ന് ഉണക്കി കൊടുക്കുക. അപ്പോൾ ഇത് പുറത്ത് തന്നെ വെച്ചിരുന്ന 1 മാസം ഇരുന്നോളും. ഇനി ഫ്രിഡ്ജിലേക്കാണ് വെച്ചിരിക്കണമെങ്കിൽ 1-2 വർഷം ഇരുന്നോളും. അത്രയും നമുക്ക് ഒട്ടും ഇതിനകത്ത് വെള്ളമൊന്നുമില്ല അതിലെടുത്തുകൊണ്ട് ഒട്ടും തന്നെ ചീത്താവുകയുമില്ല. ഇതേപോലെയൊക്കെ ഒന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഇപ്പോൾ കുറേ മാങ്ങ വേണമെന്നില്ല, 2 മാങ്ങ ഉണ്ടെങ്കിലും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഒരു 5 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് റെഡിയാക്കി എടുക്കാം. പക്ഷെ നല്ല വെയിലുള്ള ദിവസം ഒരിക്കണം ഇത് റെഡിയാക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് ചീത്തയിപ്പോവും. അപ്പോൾ ഞാൻ 2 സൈസ് ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, ഇതേ നല്ല ഗ്ലാസ് പോലെ ഇരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് വായിലിട്ടാൽ നന്നായിട്ട് നല്ല അലിഞ്ഞു പോകും, അത്രയ്ക്കും ടേസ്റ്റാണ്. ഈ മാങ്ങയും പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ പ്രത്യേക ഒരു സ്വാദാണ്. ഇത് വരട്ടിയും കൂടി എടുക്കുമ്പോൾ അതിൻ്റെ സ്വാദ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തൊരു ഭംഗിയുള്ള ഒരു റെസിപ്പിയാണെന്ന് നോക്കി. ഇതേപോലെ നിങ്ങളൊന്ന് മാങ്ങ കിട്ടുമ്പോൾ തയ്യാറാക്കി നോക്കുക. ഇത് തയ്യാറാക്കി നോക്കിയാലേ ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. കാഴ്ചയ്ക്ക് ഇത്ര ഇങ്ങനെയാണെങ്കിലും കഴിക്കുമ്പോൾ ഇതിനേക്കാളും നല്ല ടേസ്റ്റാണ് കാണാനായിട്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. ഇപ്പോൾ മാങ്ങ കിട്ടുന്ന കാലമാണ്. മാങ്ങ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇതേപോലെ ഇത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് കഴിക്കാം. ഇതേപോലെ നമുക്കൊന്ന് മുറിച്ചെടുക്കാൻ പാകത്തിൽ വേണം ഉണക്കിയെടുക്കാനായിട്ട്. അല്ലാതെ പ്ലാസ്റ്റിക് പോലെ ഉണക്കിയെടുക്കരുത്. അപ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതേപോലെ എടുക്കുക, എന്നിട്ടൊന്ന് കഴിച്ചു നോക്കുക. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നത്ര സ്വാദോടുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.